പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി നാം എടുത്തിരിക്കുന്നത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ് നാം എന്ന് അറിയണമെങ്കിൽ നാം പരസ്പരം സ്നേഹിക്കണം. യേശു നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി നാം മാറുന്നത്. യേശുവിൻ്റെ വചനം ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ ക്രിസ്തു ശിഷ്യനാണ്. യേശു എപ്രകാരമാണ് നമ്മെ സ്നേഹിച്ചത്? യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ജീവൻ നൽകിയാണ് യേശു നമ്മെ സ്നേഹിച്ചത്. യേശു നമുക്ക് വേണ്ടിയാണ് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചത്. 1 യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നു, ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്നും സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശു ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മെ സൃഷ്ടിച്ച് നിത്യം പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടി നമ്മുടെ പാപഭാരങ്ങൾ മുഴുവൻ സ്വപുത്രനിൽ ഏൽപ്പിച്ചു കൊടുത്ത സ്നേഹപിതാവായ ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം തിരിച്ചറിയണം. യേശു ആകട്ടെ നമ്മുടെ പാപഭാരങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഈ തിരിച്ചറിവുകളാണ് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനും നമ്മെ ഉത്തേജിപ്പിക്കുന്നത്. നമുക്ക് ശക്തി നൽകുന്നത് ഈ തിരിച്ചറിവുകളാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ തൻ്റെ സഹോദരങ്ങളെയും സ്നേഹിക്കും. നമ്മുടെ സ്വത്തും കഴിവുകളും സമയവും ആരോഗ്യവും എല്ലാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ തയ്യാറാകുന്ന ഒരു സ്നേഹമാണ് യേശു ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.